നമുക്കിതൊരു ബ്രാൻഡ് ആക്കാടാ. അതൊരു വിളിച്ചാൽ അറിയിച്ചോളാം. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ? സിംബ ബിസ്ക്കറ്റ് തീർന്നതാ. നേരം വെളുത്തിട്ട് വാങ്ങിച്ചു തരാം കേട്ടോ. അമ്മയ്ക്ക് അച്ഛനോടുള്ള ദേഷ്യവും പരിഭവം ഒക്കെ മാറിയോ? പൊറുക്കാൻ പറ്റുന്ന ഒന്നുമല്ല ചെയ്തത്. എന്നാലും അങ്ങ് പോയില്ലേടാ, ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഹലോ, ചാലക്കുടിക്കടുത്ത കുറവിലക്കാവ്, അവിടെയാണ് തറവാട്. കഴിഞ്ഞതൊന്നും ഓർക്കാതെ ജീവിക്കുന്ന നല്ലത്. ഈ അധ്യായം ഇവിടെ അടഞ്ഞാലും ഇല്ലേലും നമുക്ക് പുതിയതൊന്ന് തുറന്നേയോ. ഞാൻ ഗോവിന്ദൻ, ഭരതേട്ടന്റെ അടുത്ത ആളായിരുന്നു. അങ്ങനെ പറയാനൊരു ഉള്ളിക്കുത്തുണ്ട് കേട്ടോ. ആള് പോയി കുറെ കഴിഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ അറിയുന്നതെന്ന് പറയുമ്പം തന്നെ നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലൊരു തോന്നല. മാമ മിസ്സിംഗ് അതിനെ കുറിച്ച് ഇവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. പലതവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു മടിയോ കുറ്റബോധമോ ഒക്കെ ഉള്ളിലുള്ള പോലെയായിരുന്നു മറുപടി. എന്തോ വലിയൊരു കാര്യം മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. ഇതുവരെ ഞങ്ങളൊന്ന് വിളിക്കുപോലും ചെയ്തിട്ടില്ല. എവിടെയെന്ന് പറഞ്ഞ് അന്വേഷിക്കുക. കയറ്റി വിട്ട നിങ്ങളോടൊക്കെ അല്ലേ എന്തെങ്കിലും സഹായം ചോദിക്കാൻ പറ്റും. ഇതൊക്കെ വലിയ റിസ്കാ. അയാളെ അറിയാവുന്നതേ നിനക്കല്ല, എനിക്കാ. ഒക്കത്തിനോട് മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞതാ. പക്ഷെ എന്നോട് ഒരാൾ എങ്ങനെ നിൽക്കുന്നതനുസരിച്ചിട്ടല്ലേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെയൊക്കെ കാരണവന്മാര് ചാകുന്നതിന് മുമ്പ് കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറും കൂടെ നടക്കുന്ന നിന്നെ അവൻ പറ്റിച്ചോണ്ടിരിക്കുക. നമ്മൾ പോലീസുകാർ വന്ന സമയത്തിന് കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ ഒരാൾ വന്നിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ആലോചിച്ചിട്ട് എവിടെ വരെ പോകും ചേട്ടാ? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാം. എന്തൊക്കെയാ സംഭവിച്ചതല്ലേ. എല്ലാം കഴിഞ്ഞൊന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല.